ഹലോ ഫ്രണ്ട്സ്, ട്രിപ്നോട്സ് വ്ലോഗിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകുട്ടനാണ്. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പാലക്കാടൻ ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്യാങ് ഫുൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും അങ്ങനെ ഒരേ പൊളി വൈബിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് ചൂണ്ടയിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു ചാലെന്ന് പറയാൻ പറ്റില്ല, ഈ നമ്മുടെ കവുങ്ങൊക്കെ ഇട്ടിരിക്കുന്ന ചെറിയൊരു പാത്തി നമ്മളിന്ന് തട കെട്ടിയിട്ട് അതിൽ വെള്ളം തേവി കളഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. എത്ര മീൻ കിട്ടുമെന്നൊന്നും നമുക്ക് അറിയില്ല, പക്ഷേ ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. നല്ല കുറച്ച് സീനറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കുറച്ച് ചെളിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഓലമടലൊക്കെ ഇവിടെ വന്ന് വീണ് കിടപ്പുണ്ട്. നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം മൊത്തം നമുക്ക് തേവി പറ്റിക്കാനുണ്ട്. നമ്മളങ്ങനെ ആദ്യം വെള്ളം പറ്റിക്കാനായിട്ട് പോവുകയാണ്. വെള്ളം പറ്റിക്കുന്ന സമയത്ത് നമ്മുടെ ആദി അവിടെ ഇരുന്നിട്ട് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ആദിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ ആ സമയത്ത് പോയിട്ട് നേരെ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ അവിടുന്ന് ആ ചെളിക്കകത്തുനിന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഈ ചെളിയിലേക്ക് അങ്ങനെ ഇറങ്ങി. ഇതുവരെയുള്ള നമ്മുടെ ഫിഷിങ്ങിൽ നിന്നും ഈ ഒരു ഫിഷിങ്ങിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ഒട്ടും ബോറടിക്കില്ല. നേരത്തെ നമ്മൾ ചൂണ്ടയിട്ടിട്ട് അങ്ങനെ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കണമല്ലോ. ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ചെളി വാരി നമ്മൾ അങ്ങോട്ട് മാറ്റിയിടാനും അങ്ങനെയൊക്കെ എല്ലാവരും ഫുള്ളി എൻഗേജ്ഡ് ആണ്. സോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് മീൻ ഇതുവരെ ഒന്നും കിട്ടിയില്ല. ആകെ കൂടി കിട്ടിയ ഒരു ഞണ്ടും ഒരു ചെറിയ മീനും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും അത്ര ഫുള്ളി എൻഗേജ്ഡ് ആയതുകൊണ്ട് നമ്മൾ ആർക്കും അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഈ വെള്ളം തേവി ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തേവി പറ്റിക്കുന്നതിന് മുന്നേ നമ്മളിവിടെ ആദ്യം അണ കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ച് വിധമായിട്ട് നമ്മളിങ്ങനെ അവിടുന്ന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിലാണ് നമ്മുടെ ആദി അവിടെ ബാക്കിലുണ്ട്. ആദി ബാക്കിൽ അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കോരി പറ്റിക്കുന്ന അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ ആളുകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറി നമ്മളിങ്ങനെ കുറേശ്ശെ വീതം വെള്ളം അങ്ങനെ തേവി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെള്ളം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ആ സെറ്റായ സമയത്ത് ഇനി നമ്മൾ ഈ ചെളിക്കകത്തായിരിക്കും ഈ മീനുകളുള്ളത്. അപ്പോൾ ആ മീനുകളെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി തൂക്കിയെടുത്താൽ മതി. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ചെളിയുടെ ഇടയിൽ നിന്ന് നമുക്ക് ആദ്യത്തെ മീനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് മീനെ കിട്ടി. അത്ര വലിയ മീനൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഞണ്ടുകൾ നമുക്ക് ആവശ്യത്തിലധികം ഞണ്ടുകളെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന്. ഈ ചെളിയുടെ ഉള്ളിൽ ആകെ കൂടെ ഉള്ളത് ഇപ്പം ഞണ്ടുകളാണ്. നമുക്ക് മീനുകളെ അങ്ങനെ അധികം കിട്ടിയില്ല. ആകെ കൂടെ ഒരു 3 മീനെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ചൊടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. ഇവിടുത്തെ ലോക്കൽ നെയിമാണ് ചൊടിയൻ എന്ന് പറയുന്നത്. നമ്മളൊരു 2-2.5 മണിക്കൂർ എടുത്ത് ഇവിടുത്തെ വെള്ളം മുഴുവൻ വറ്റിച്ചു. നമുക്ക് ആകെ കൂടെ കിട്ടിയത് ഒരു 2 ചെറിയ മീനുകളും പിന്നെ കുറച്ചൊരു സാമാന്യം വലുപ്പമുള്ള ഒരു മീനും കൂടെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ കുറച്ച് ഞണ്ടുകളുമാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമ്മുടെ സ്ഥലം ഒന്ന് നമ്മൾ മാറ്റാൻ പോവാണ്. നമ്മൾ ഇനിയിപ്പം ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ചെറിയൊരു കുളമുണ്ട്. നമുക്ക് ആ കുളത്തിൽ പോയിട്ട് കുറച്ച് ചൂണ്ടയും കൂടി ഇട്ടിട്ട് വരാം. ഇതിനിടയ്ക്ക് നമ്മുടെ ഷിബിത്തിന്റെ കൈമുദ്രയൊക്കെ ഒരു കവുങ്ങിൽ അങ്ങ് പതിപ്പിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മറ്റേ നമ്മുടെ കുളം കാണാൻ വേണ്ടി പോവാണ്. കുളത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഈ പ്ലേസ് കണ്ടാലും നമുക്ക് മതി വരില്ല. എത്ര തവണ നമ്മളിവിടെ വന്നിരുന്നാലും നമുക്ക് ആ ഒരു ബോറിങ് ഫീൽ ചെയ്യില്ല. നമ്മൾ നോർമലി മീൻ പിടിക്കാൻ പോകുന്നതായിട്ട് ഇവിടുത്തെ ഉള്ള ഒരു ഫിഷിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യാസം, നമുക്ക് ഇവിടെ സ്ഥലം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് ഇവിടെ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ചേറിലൊക്കെ കടന്ന് ആകെ മറിഞ്ഞ് അല്ലാതായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ആയിട്ട് നമ്മൾ നേരെ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചൂണ്ട ഇടാൻ പറ്റും. ചൂണ്ട നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികമുള്ള ചൂണ്ടകളില്ല, ആകെ ഒരു ചൂണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ കണ്ട ഒരു ക്ലോത്ത് എടുത്തിട്ട് ക്ലോത്ത് അല്ല, മറ്റേ നെറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാന്ന് പറഞ്ഞിട്ട് 2 സൈഡിലും പോയി നിന്നിട്ട് ജസ്റ്റ് അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് കുറച്ച് അവിടെ കിട്ടിയതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ച് മീനുകൾ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയുള്ളൂ.
ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ അധികം മീനുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിന് പോയിട്ട് കുളത്തിൽ പോയി ഒരു കുളിയങ്ങ് പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് ഒന്നുകൂടെ പോകാന്ന് പറഞ്ഞു. അവിടെ വേറെ ഒരു പാത്തിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ ഇതുപോലെ മീൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ചൂണ്ട എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചൂണ്ട ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ജസ്റ്റ് ചൂണ്ട ഇട്ടിട്ട് നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോവാം. ചെറുക്കില്ല ഓട്ടോ വഴി പോവോ, ഇങ്ങോട്ട് കൊണ്ടുപോണ്ടോ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീത്ത് പറഞ്ഞു ഇവിടെ ആമക്കുളം ഉണ്ട്, ആമക്കുളത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ഇനി ആമക്കുളത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ആമക്കുളത്തിൽ പോയി. ആമക്കുളത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വെള്ളം നല്ല കുറവുണ്ടായിരുന്നു. ആമക്കുളത്തിൽ നിന്ന് നമുക്ക് മീനുകളൊന്നും കിട്ടിയിട്ടില്ല. സോ നമുക്ക് വീണ്ടും നമ്മുടെ പാത്തിയിൽ പോയിട്ട് നമുക്ക് ചെളി വാരിയിട്ട് അവിടുന്ന് പോയിട്ട് പിടിക്കാമെന്ന് വീണ്ടും ഇവരൊരു ഓപ്ഷനോടെ പറഞ്ഞു. അവിടുന്ന് കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടുന്ന് മീൻ കിട്ടും എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. നമ്മൾ തിരിച്ചു വരുന്നിടം വരെ നമ്മളിവിടെ ചൂണ്ട അങ്ങനെ ഇവിടെ നമുക്ക് ഒരിടത്ത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. സോ നമ്മളപ്പോൾ അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. അതാകുമ്പോൾ തിരിച്ച് എന്തെങ്കിലും മീൻ വന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് വന്നിട്ട് നമുക്ക് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും അടുത്ത ഏരിയയിൽ നമ്മൾ വെള്ളം തേവി പറ്റിക്കുകയാണ്. ഇവിടുന്ന് എന്തായാലും ഉറപ്പായിട്ടും കിട്ടുമെന്ന് അവർ 100% ഉറപ്പ് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് മീനെ കിട്ടി. നമ്മുടെ ഷിവിനാണ് ഫസ്റ്റ് മീനെ കിട്ടിയേക്കുന്നത്. അടിപൊളി. ഇത്തവണ 2 തവണ ഷിവിന് മീൻ കിട്ടി. അപ്പോ ഇത്തവണത്തെ വരവിന് എന്തായാലും നമ്മള് വന്ന് നമുക്ക് മീനെ അത്യാവശ്യം വലിയ മീനെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ വീഡിയോ അവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ശ്രീകുട്ടൻ സൈനിങ് ഓഫ്. ബൈ ബൈ.